ഹായ് ഹലോ. അപ്പോൾ ടെയിൽസ് ഓഫ് അദ്ദിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ, രാത്രിയിലത്തേക്ക് ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കൊരു പെട്ടെന്ന് ഐഡിയ കിട്ടി. ഒരു പിട്ടും പഴവും കൂടിയിട്ട് ഒരു പഴം പിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിട്ടിനുള്ള മാവൊക്കെ കുഴയ്ക്കുകയാണ്. പിട്ടിനുള്ള മാവ് കുറേശ്ശെ വെള്ളം നനച്ച് കുതിർത്ത് വെച്ചു. അത് കഴിഞ്ഞ് പിട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരമൊക്കെ ചിരകി വെച്ചു. എന്നിട്ട് കുറച്ചൊരു ശർക്കര കുറച്ച് ചെത്തിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട്. വല്ലാണ്ട് ഇത് മുഴുക്കൊന്നും വേണ്ട, ഞാനൊരു കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒരു നേന്ത്രപ്പഴം എടുക്കുക. നേന്ത്രപ്പഴം നല്ല പഴുത്തത് ഒരു നടുഭാഗം കീറി ഒരു 4 കീറായിട്ട് കീറിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിടുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഴം എടുത്താൽ മതി. ഞാനിവിടെ എനിക്ക് പാകത്തിനുള്ളത് ഒരാൾക്കുള്ളത് എടുക്കുന്നുള്ളൂ. അപ്പോൾ പഴവും കുറച്ച് ശർക്കരയും ആ നാളികേരവുമാണിത്. കുറച്ച് കഴിഞ്ഞ് പിട്ടുപാത്രത്തിലേക്ക് നാളികേരം എടുത്തിടുക ആദ്യം. അത് കഴിഞ്ഞ് കുറച്ച് പഴം ഇടുക. അത് കഴിഞ്ഞ് കുറച്ച് ശർക്കര ഇടുക. അത് കഴിഞ്ഞ് പിട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെയും കുറച്ച് പിട്ടുപൊടി ഇടുക, നാളികേരം ഇടുക, പഴം ഇടുക, ശർക്കര ഇടുക. അങ്ങനെ കുറേശ്ശെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അത് മുഴുവനും അതിൽ ഞാൻ നിറച്ചു കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണമെച്ചാൽ ശർക്കര നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അവസാനമൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് കുഴച്ചിട്ടാണ് ഇട്ടത് കേട്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞ് പിട്ടും പാത്രം അടുപ്പത്ത് വെച്ചു. എന്നിട്ട് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ പഴവും പിട്ടും കൂടിയിട്ട് അങ്ങനെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നാളികേരവും അതൊക്കെ ആയിട്ട് നല്ല കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ മാത്രം പോരാ, ടേസ്റ്റിന് എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് കഴിച്ച് നോക്കി. ചൂടോടെ കഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് അതിഷ്ടപ്പെട്ടു. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ. നിങ്ങൾ രാത്രിയൊക്കെ ഒരു നേരം കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ടാറ്റ ബേബി, സീ യു.